എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ചേട്ടൻ ഇത് പോകണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒന്ന് പുറത്ത് ചുമ്മാ പോകാമെന്ന്. നമ്മുടെ ഡിസംബറിലെ ഒരു തണുപ്പും ആ ഒരു ക്ലൈമറ്റൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഓർത്തു എവിടെയാ കല്യാണത്തണ്ടല്ലേ അവിടെ ഒന്ന് കാണാൻ പോകുന്നു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സമയം ഇപ്പം 12 മണി ആകാറായി കേട്ടോ. 10 മണിക്ക് പോകാനിരുന്ന് ഞങ്ങളായി. ഇപ്പോൾ ഒരുങ്ങി ഇത്രയും സമയമായി വന്നപ്പം. അപ്പം നമുക്ക് പോവാം. ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ ഇരട്ടയാർ ഡാമിൻ്റെ അതുവഴിയാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ അത്. നമ്മൾ അതുവഴി വന്ന് ഇരട്ടയാർ കൂടി കേട്ടോ കല്യാണത്തണ്ടിന് പോണത്. അവിടുന്ന് നമ്മൾ വേണ്ട കല്യാണത്തണ്ടിൻ്റെ ആ ടോപ്പിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. എവിടുന്ന്? നീലക്കുറിഞ്ഞി മൂത്തപ്പഴോ? അതിപ്പോൾ എത്ര വർഷമായി? 5 വർഷത്തിന് ഇടയ്ക്കല്ലേ? 5 വർഷത്തിന് ഇടയ്ക്കല്ലേ? ഇതെന്നെ കൊണ്ട് കളയാനുള്ള വഴിയാന്ന് എനിക്ക് തോന്നുന്നത്. വേണ്ട ചേട്ടനോട് നിർത്തിക്ക്, ഞാൻ നോക്കി നടന്നു വന്നോളാം. ആ ടോപ്പിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു വഴിയാട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് കണക്കാണ്. നല്ല പേടിയായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങി നടന്നോളാം എന്നൊക്കെ ചേട്ടനോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിലോട്ട് എത്തി കേട്ടോ. സത്യം പറഞ്ഞാൽ കട്ടപ്പനക്കാരിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. നമ്മുടെ കല്യാണത്തിൻ്റെ അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് എനിക്കറിയാം. അല്ലാതെ ഇതൊന്നും എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു കേട്ടോ. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ്, ഇങ്ങനെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഇത് ഇത്രയും നല്ലൊരു പ്ലേസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കൊക്കെ അപ്പുറത്തു നിന്നൊക്കെ 1-2 പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ലവേഴ്സൊക്കെ അതുവഴി നടപ്പുണ്ടായിരുന്നു. നമ്മുടെ ഇടുക്കിയുടെ ഒരു ഭംഗിയൊക്കെ ഇതിനകത്ത് ഒറ്റ വ്യൂവിലുണ്ട് കേട്ടോ. അത്രയും ഭംഗിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഒരു ഫുൾ വ്യൂ ആകട്ടോ. എന്ത് രസമാണോ എൻ്റെ അമ്മോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആദ്യമായിട്ട് പോകുന്നത് കൊണ്ടിട്ട് മാത്രമല്ല, അവിടെ നോക്കുമ്പോഴത്തേക്കുള്ളൊരു വ്യൂവും പിന്നെ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ കുറേ താഴോട്ട് ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. ഇവിടെ നല്ല സുഖമായിരിക്കും. എടാ ഇവിടെ ലേ കല്ലിരിക്കുന്നത്, ഇവിടെ കിടന്ന് ആ ചില്ലിനകത്ത് ചേട്ടൻ കയറിയിരിക്കണം. ഇങ്ങോട്ട് നീങ്ങിയിരിക്കുക. അവിടെ ചില്ലുണ്ട്. ഇരിപ്പ് മാത്രമേ നടക്കുള്ളൂ. അതുമാതിരി വെയില ഇവിടെ. അടിപൊളി സ്ഥലമാണ്. പക്ഷേ രാവിലെയോ വൈകിട്ടോ വരാവുള്ളൂ. ഞങ്ങൾ നട്ടുച്ചയ്ക്ക് വന്നിരിക്കുമോ, ഒരു കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കണ്ണി വെയിലടിച്ചിട്ട് അതുപോണക്ക് വെയില്. ഇന്നലത്തെ കാലാവസ്ഥയായിരിക്കും ഓർത്തോണ്ട് നട്ടുച്ചയ്ക്ക് ഇറങ്ങിയതാ. രക്ഷയില്ല. പക്ഷെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ടല്ലേ, നല്ല കാറ്റ്. ഞങ്ങൾ അപ്പുറത്തെ അമ്പലത്തിന്റെ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടോട്ട് ഞാൻ ആദ്യം വരുമോ. ഇത് നല്ല സെറ്റപ്പാ. രക്ഷയില്ലാത്ത ഒറ്റ കേസേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഈ നിൽക്കുന്നുണ്ടല്ലേ, ഈ സാധനത്തിന് കടയായ കട മൊത്തം കാരണം ഇറങ്ങുന്ന തന്നെ ഉപദ്രവ കാണാൻ വന്നല്ലേ. പൊന്നു കാണാനല്ല, കാശ് മുടക്കിപ്പിക്കാൻ വന്ന എന്നെ കൊണ്ട്. പൊന്നു കണ്ട ഇവിടെ വന്നിട്ട് ഇവിടെ പൂച്ച ഭയങ്കര ദുഷ്ടത്തിയായി കേട്ടോ. പറഞ്ഞ എന്നൊക്കെ കണ്ടെന്ന് പറഞ്ഞേ.
പൂച്ചേനെ കാണണ്ടേ? നല്ല രസമല്ലേ, കാറ്റും നല്ല ചൂടും, താഴെ വെള്ളമൊക്കെ കിടക്കുന്നതാണ്. ഇടുക്കി ഡാമിലെ വെള്ളം കയറി കിടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമല്ലേ. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ട്. ക്യാമറയ്ക്കകത്തല്ലേ പുറകോട്ട് നോക്കിയേ, നല്ല സീനറി. മുള്ളംപന്നിയുടെ മുള്ളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇവിടെ 2-3 പേര് വന്നിട്ട് ഇപ്പം പോയപ്പോ അതിന്റെ മുള്ളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഒത്തിരി പേരൊക്കെ വരുന്ന തോന്നുന്നല്ലേ, ഒത്തിരി പേര്. കാട്ടുപന്നി, കാട്ടുമുയല് ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. വൈകുന്നേരം ഒക്കെ വരണം, അന്നേരം നല്ല സുഖമായിരിക്കും ഇത് കാണാനൊക്കെ അല്ലേ. ഇവിടെ ഇവിടെ നിർത്തിയിട്ട് പോകാന്ന് ഓർത്താണ് ഞങ്ങള് ഇറങ്ങിയത്. പക്ഷെ ഇവള് കയ്യേന്ന് വിടുന്നില്ല, നിർത്തിയിട്ട് പോകാന്ന് ഓർത്താ. അല്ലെ അടിക്കുന്നുണ്ടോ? മേടിച്ചു തരുമോ? ആരും അമ്മ അങ്ങനെ പറഞ്ഞാമേ. ഞാൻ ചെറുതായിട്ട് പറഞ്ഞായിരുന്നു. പിന്നെ കൊച്ചിന്റെ ഒരു പെർഫോമൻസ് കണക്ക് ഇരിക്കും അല്ലേ. വഴക്കുണ്ടാക്കാതിരുന്നാ മേടിച്ചു തരും. വഴക്കുണ്ടാക്കാതെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് രണ്ടുപേരുടെ വീഴൂ. നീ ചെരുപ്പിട്ടിട്ട് പോ. അയ്യോ പൊന്നുവിനെ ഇനി മരത്തെ കയറ്റിയില്ലെന്ന് പറയരുത്. ഹായ്, അവിടെ ഇരുന്നോ, പിടിച്ചിരുന്നോ? കൊച്ചിനല്ലായിരുന്നോ? ആ സൈഡിലോട്ട് നിർത്ത്, ആ ഇടയ്ക്കോട്ട്. ഒച്ച പിടിച്ചിട്ടുണ്ടാ? നിക്കാനാണോ പിന്നെ? ഞങ്ങളിനി അടുത്ത സ്ഥലത്തോട്ട് പോവാ. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു കറങ്ങുന്ന വീട്, അതായത് മലയുടെ മുകളിൽ ഒരു 4 റൂമൊക്കെ ആയിട്ട് ഉണ്ടാക്കി. അതൊരു കമ്പിയിൽ ഇങ്ങനെ നിൽക്കും, അതിങ്ങനെ കറങ്ങും. നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാവേ. ചേട്ടൻ ഈ പറഞ്ഞ വീട് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ ഇറങ്ങിയത് അത് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് നേരത്തെയൊക്കെ ആൾക്കാർ കയറി കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഗേറ്റ് ക്ലോസ് ചെയ്തേക്കായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പ്രവേശനമില്ലെന്ന് എഴുതി വെച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് വീണ്ടും പോയി ദേണ്ട ഇവിടെ എത്തി. അത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പാറകളും അതിൻ്റെ ഇടയിൽ കൂടെ ഉറവ ഒഴുകുന്നതും ഒക്കെ അടിപൊളി രസമാണ്. ഒരു ചെറിയ മഴ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല പച്ചപ്പിൽ കിടക്കും. ആ പാറയിൽ കൂടെ ഉള്ള ഉറവ വെള്ളവും ഒക്കെ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ അതേ കൂടെ ഉറവ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇടുക്കിക്കാർക്ക് മാത്രമായിട്ടുള്ള കേട്ടോ. ഈ മലയും കുന്നും അതുപോലൊക്കെയുള്ള മരങ്ങളും ഒക്കെയുള്ള ഒരു കാഴ്ചയെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇടുക്കിക്കാരുടെ സ്വന്തം എന്ന് പറയാം. അങ്ങനെയല്ലേ? പിന്നെ ഇതേണ്ട ഈ താഴെ കാണുന്നുണ്ടോ കട്ടപ്പന കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ടോപ്പിൽ വന്നിട്ടുണ്ട് അവിടുന്ന്. ഇവിടെ നമ്മുടെ വീഡിയോയിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, നമ്മൾ കല്യാണത്തിൻ്റെ ശിവരാത്രിയുടെ. ഇനി നമ്മൾ വേണ്ട അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങണം. അത് കട്ടപ്പനയ്ക്ക് പോവാണ് കേട്ടോ, വീട്ടിലോട്ട് പോവാം. നമ്മൾ ഇത്രയും മണ്ടയിലാണ് കേട്ടോ. ആ താഴെ കാണുന്ന കട്ടപ്പന, ആ വെള്ള പൊട്ട് പോണക്ക് കാണുന്നില്ലേ, അതാണ് കട്ടപ്പന. ഞങ്ങളിനി മണ്ടയിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹൈ റേഞ്ചിലെത്തി. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.